Hello friends, welcome back to my YouTube channel and a very happy Onam to you all. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഓണം കഴിഞ്ഞിട്ടുണ്ടാവും. സോ ബിലേറ്റഡ് വിഷസ്. നമ്മൾ അത്തപ്പൂവൊക്കെ ഇട്ടു വീട്ടിൽ. ഒരു കുഞ്ഞ് തട്ടിക്കൂട്ട് അത്തപ്പൂവാണ്. ഞാനല്ല കേട്ടോ ഇട്ടത്, അച്ഛനും അമ്മയും കൂടെയാണ് ഇട്ടത്. അപ്പോൾ നമുക്കിന്നൊരു ഓണം ഫങ്ഷൻ ഉണ്ട്. നമ്മുടെ AVP അസോസിയേഷൻ ഓഫ് വിഴിഞ്ഞം പാരിഷിൻ്റെ ഓണ സെലിബ്രേഷനാണ് ഇന്ന്. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ റെഡി ആവുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് അമ്മ ഒരുക്കിയതെന്ന്. അല്ല, ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. പിന്നെ എനിക്കും അമ്മയ്ക്കും സാരി കൊടുത്തു തന്നത് ആനി ചേച്ചിയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് മുടി കെട്ടിത്തന്ന ചേച്ചിയാണ്. സോ ഞാനെൻ്റെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് ഒന്ന് മുടി സെറ്റ് ചെയ്യണം. മുടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കണ്ണ് ഞാൻ ചെയ്തു, പിന്നെ ലിപ്സും കൂടെ ചെയ്യണം. ഡാർക്ക് പൊട്ട്, പർപ്പിൾ കളർ പൊട്ട് വെച്ച് നോക്കുക. അതിൽ മാച്ചുണ്ടോ അങ്ങനെ വെച്ചോ. അതെങ്കിൽ ബ്ലാക്ക് പൊട്ട് തന്നെ വെക്കേണ്ടി വരും. പക്ഷെ ഇത് ബ്ലാക്കും കൂടി തന്നെ ഉണ്ടല്ലോ. ഇന്നലെ പോയി വലിയ സൈസ് വാങ്ങിച്ചതാണ്. ഞാൻ വെച്ചോണ്ടിരുന്ന ഇതിനെക്കാട്ടിലും ചെറിയ സൈസ്. നമുക്ക് ചെറിയ സൈസ് വെച്ച് നോക്കാം. ഞാൻ ചെറിയ സൈസ് ഇതാണ് ഇന്നലെ പോയി വാങ്ങിച്ചത്. ചെറിയൊരു പൊടിക്ക് വ്യത്യാസമല്ലേ. ഫ്ലൂറസെന്റ് പച്ച വെച്ചാണ്. ഫ്ലൂറസെന്റ് പച്ച വെച്ച് നോക്കാം. ബാക്ക് തന്നെ വെച്ചോണ്ട് നീല വെച്ചാലോ, അല്ലെങ്കിൽ ചുമക്ക് വെച്ചാലോ. ചുമല വയ്ക്കാം. ചുമല ഇന്നലെ പോയി വലിയ പൊട്ട് വാങ്ങണ്ടേ. വളരെ വെറൈറ്റി ലിപ്സ് ആക്കിയാലോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണ്. ഇട്ടിട്ടില്ല. ഞാൻ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കെന്തോ നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് ആക്കാം. എന്താവും തുമ്മലൊന്നും കുറച്ച് പുറത്ത് വന്നില്ല. കളറാവോ? ഇതൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ്. സാൻവി ഹൈലൈറ്റ് കുഞ്ചം എന്തെല്ലാം റെഡിയാവോ?
റെഡിയായി. എവിടെ സാൻ നോക്കട്ടെ? സാൻകുട്ടി സാൻകുട്ടിയെ ഞാൻ എടുക്കാൻ പോണേ. പച്ച കളർ സാൻഡ് ഡ്രസ് കാണുന്നത് കണ്ട, പച്ച ഡ്രസ്, പച്ച പട്ടോ അവിടെ ഗ്രീൻ അല്ലേ? ദിസ് ഇസ് ഗ്രീൻ കളർ. Wow! See? This is not good. So, not good? Which color you want? Red. Sanvi, I am putting lipstick. സാൻഡ് ഐഷാഡോ എടുത്ത് Related. റീലേറ്റഡ് എന്ന് അച്ഛൻ കണ്ണടക്കി. എപ്പോ എണീറ്റ് പോയി സാൻഡ് രാവിലെ? ഞാൻ കണ്ടില്ലല്ലോ സാൻഡ്. ഇപ്പൊ എണീച്ചാ അവിടെ ഇപ്പോ ഇപ്പൊ അവിടെ തന്നെ പെട്ടെന്ന് ഉറങ്ങിയല്ലേ സാൻ? സാൻ ഇന്നലെ എന്റെ കൂടെയാണ് കിടന്നത്. അതെന്റെ ചേച്ചി അവിടെ പോയി. അത് സാൻ കൊറേ സ്പേസ് കാണും കിടക്കാൻ വേണ്ടി, അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് പോയി കിടന്നു. അതേന്ന് എനിക്കും തോന്നിയത്. സാൻ എനിക്ക് സ്പേസ് തന്നില്ല കിടക്കാൻ. എനിക്ക് തോന്നിയതാണ് ചേച്ചി അവിടെ കിടക്കണമെന്ന്. എന്നിട്ട് ചേച്ചിക്ക് ചുമ്മാ അവിടെ കിടക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു സ്പേസ് തന്നത് ചേച്ചിക്ക്. സാൻഡ് ഡാൻസും പാട്ടുമെല്ലാം ഉണ്ടല്ലേ? ഏത് ഡാൻസ് പഠിച്ച്? ആണോ? ഞാൻ പാട്ട് മാത്രമേ പാടുള്ളൂ. ഏത് പാട്ട് പാടും? ഏതെങ്കിലും ഒന്നും. ഇനി എങ്ങനെ കണ്ടുന്നത്? സൂപ്പർ. പിന്നെ എല്ലാവരും റെഡി ആയി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുന്നേ ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പുറത്തുള്ള അരുൺ ചേട്ടനെ വിളിച്ചിട്ടാണ് ഫോട്ടോ എടുത്തത്. അരുൺ ചേട്ടൻ നമ്മുടെ ഇട്ടിച്ചൻ്റെ അച്ഛനാണ്. നോക്കി പേടിപ്പിക്കുന്നു. സാൻവിക്കുട്ടിക്ക് ഒരു കുഞ്ഞ് അനിയന് കിട്ടി കുറച്ച് ദിവസം മുന്നേ. അതുകൊണ്ടാണ് സാൻവിയുടെ അമ്മയും അച്ഛനും വരാത്തത്. നമ്മുടെ കൂടെയാണ് എന്റെ വ്ളോഗിൽ കണ്ണ് തട്ടാണ്ടിരിക്കാൻ. സോ ഈ റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് നമ്മുടെ ഓണം ഫംഗ്ഷൻ നടക്കുന്നത്. അവിടെ പരിപാടിയൊന്നും തുടങ്ങിയില്ലായിരുന്നു. അത്തപ്പൂ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പോയപ്പോൾ. ഹായ്. ഹാപ്പി ആണോ? ഹാപ്പി ആണോ?
സോ ഇതൊക്കെയാണ് എൻ്റെ കസിൻസ്. എൻ്റെ അച്ഛൻ്റെ സൈഡിൽ നിന്നുള്ള കസിൻസാണിത്. എൻ്റെ അച്ഛൻ്റെ 2 ബ്രദേഴ്സാണ് നിൽക്കുന്നത് ആൻഡ് അവരുടെ വൈഫും പിള്ളേരും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മിക്കവരെയും. ഇനിയും കുറേ പേരുണ്ട്, ബാക്കി എല്ലാവരും നാട്ടിലാണ്. നമ്മുടെ സാറ ചേച്ചി മിസ് ചെയ്തു. സാറ ചേച്ചി അന്നത്തെ ദിവസമാണ് നാട്ടിൽ പോയത് തിരിച്ച്. ഓണത്തെല്ലാം ഒന്നുമില്ല, ഇപ്പൊ കൂടുതലും സെൽഫിയാണ്. അപ്പൊ നമുക്ക് നല്ലവണ്ണം ആഘോഷിച്ച് നല്ല ഓണപ്പാട്ടും ഒത്തിരി ചോറുള്ള ഊണും കഴിച്ച് എല്ലാ പരിപാടികളും നടത്താം. പിന്നെ ഇന്ന് ഈ മാവേലിയായിട്ട് വരാൻ വേണ്ടി എനിക്ക് അവസരം ഒരുക്കി തന്ന നെക്സ്റ്റ് മൂവ് ഷിപ്പിംഗ് സർവീസസ് CEO അജിൻ അലക്സിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സംഗീതമായി സന്ധ്യാ പുഷ്പസൗരഭമായി സംഗീതമായി സന്ധ്യാ പുഷ്പസൗരഭമായി അനുഭൂതികൾ പൊന്നിതളിതളാൽ അഴകിൽ വിരിയും തീരമിത ഉണപ്പുവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം പൂവേ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. അങ്ങനെ എല്ലാവർക്കും ഓണാശംസകൾ. നല്ലൊരു ഐഡിയ ആകാം. താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായ ഒരു ഓണപ്പാട്ട് പാടി സദസ്സിൽ മാറ്റുരയ്ക്കാൻ സഹായിച്ച ജോയ്ക്ക് നല്ലൊരു ഐഡിയ കൂടെ. നിങ്ങൾക്ക് ആർക്കും ആക്ച്വലി ഒരു ഉഷാറില്ല. നമ്മുടെ വിഴിഞ്ഞ മക്കൾ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു എനർജിയുടെയും ഒരു ആക്റ്റീവ്നെസിന്റെ ഒക്കെ താരങ്ങളാണ്. നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ ഉറങ്ങിയിരിക്കുന്നത് ശരിയല്ല കേട്ടോ. സോ ഐ നീഡ് യു ടു ഷോ യുവർ റിയൽ എനർജി നൗ. പോരട്ടെ, ഒരു നല്ല ഐഡിയ പോരട്ടെ. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട AVP കുടുംബാംഗങ്ങളെ, അടുത്തതായി മറ്റൊരു മനോഹര ഗാനവുമായി ഇലയിലൊന്നും ഇല്ലേ ഗൈസ്? ഒന്നും തന്നില്ലേ? അങ്ങനെ തന്നെ ഇല്ലേ? സ്വാഗതം ചെയ്യാം.
ഹായ് ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം അങ്കിൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം പറ. Hey guys, we are going to take a reel. TikTok. സാൻഡ്ര ആദ്യം ഫസ്റ്റ് നമ്മളെല്ലാം നിൽക്കുന്ന എക്സിറ്റ് ചെയ്യാം, എന്നിട്ട് ഓരോരുത്തരായിട്ടാണ് കയറി പോയാൽ മതിയാ ഫ്രെയിമിന് പോയാൽ മതി. ഇതിന്റെ ഇടയിൽ കൂടെ ആൾക്കാർ നടക്കും. അപ്പം ബാക്കി എല്ലാരും ഫ്രെയിമിന് പോകണം. ഇതല്ല വ്ളോഗിൽ കിട്ടുന്നുണ്ട്. അമ്മു അതിങ്ങനെ എല്ലാരും തിരിച്ചു വീട്ടിൽ. ഓക്കെ മോളിന് വെച്ചോളൂ. Wow. അടിപൊളി അടിപൊളി, നല്ലൊരു കൈയടി. ഏകദേശം വന്നിട്ടുണ്ട്. വെരി ഗുഡ്. ഒരു കയ്യിൽ മുണ്ടൊക്കെ പിടിച്ചിട്ടാണ്, വളരെ ആറ്റിറ്റ്യൂഡിലാണ് ഗെയിം കളിക്കുന്നത്. Yay!
തന്നെ ഗോൾഡ് കോയിൻ എന്നൊക്കെ പറയുന്നത് ഇത്രയും ലക്കി ആയിട്ടുള്ള ഒരു വ്യക്തി ആരാണെന്ന് അറിയണം. ആക്ച്വലി ഞാൻ എന്റെ പേരിട്ടില്ല. ഓക്കെ, ആരാണ് റിവീൽ ചെയ്യാൻ പോകുന്നത്? ഹു വാണ്ട്സ് ടു റിവീൽ? ഓക്കെ, എന്തിനാണ്? Ready? 1, 2, 3. Shijin. Video on. ബൈ നെവി. ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. ഓണം കഴിഞ്ഞു. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു നെവി? കച്ചടായിരുന്നു, ചുമ്മാ പറഞ്ഞ സൂപ്പർ ആയിരുന്നു. സൂപ്പർ ഓണം. സദ്യയൊക്കെ സൂപ്പർ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഒക്കെ നെവിയുടെ സ്പൂൺ ലെമൺ ആൻഡ് സ്പൂൺ റേസ് ഉണ്ടായിരുന്നു. അത് നെവി തോറ്റു. നെവി തോറ്റു. കൊടുക്കണം നാളെ ഇടാൻ വേണ്ടിട്ട്. ഇതുപോലെ ഉണ്ട്. ഹേ ഗൈസ്. അയ്യോ, എപ്പോൾ ഞാൻ ഹേ ഗൈസ് എന്ന് പറഞ്ഞാലും എന്തെങ്കിലും സംഭവിക്കും. ഇപ്പം സാരി തട്ടി ഞാൻ വീണേനെ. നമ്മളിവിടെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാർക്കിൽ വന്നു. പാർക്കിൽ ഫോട്ടോ എടുക്കാൻ വന്നതാണ്. എൻ്റെ ബാക്കിലൊക്കെ നോക്കാം എത്ര പേര് സാരി എടുത്തിട്ട് വന്നിരിക്കുന്നു. കാണിച്ചു തരാം. സത്യം നമ്മളെ ഓണത്തിന് അതിനിങ്ങനെ വരാറില്ല. നമ്മൾ വരാറില്ലല്ലേ ഇങ്ങനെ പാർക്കിൽ. ആദ്യമായിട്ടാണ് വന്നത്. ആദ്യമായിട്ട് വന്ന അവസ്ഥ ഇങ്ങനെ. അങ്ങനെ നമ്മുടെ ഓണം എന്താണ് ഓണം കഴിഞ്ഞില്ല. ഓണം കഴിഞ്ഞിട്ട് കുഞ്ഞോണം കഴിഞ്ഞു. ആദ്യത്തെ ഓണം നമ്മൾ റീൽസ് എടുക്കുന്നത് അങ്ങോട്ട് ഡിസംബർ വരെ ഓണമല്ലേ. അത് തന്നെ. കുറച്ച് വെയിലൊക്കെ അടിച്ച് മുഖം ഒരുമാതിരി. ഇനി നമ്മൾ വീട്ടിൽ പോകുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഓണപ്പരിപാടി, ഓണ ഫോട്ടോഷൂട്ട്, ഓണസദ്യ, ഓണക്കളി എല്ലാം ഈ വ്ളോഗിനകത്ത് കാണുന്നതായിരിക്കും. എൻ്റെ മുഖം നല്ല കറുത്തിരിക്കുന്നു. തളർന്ന് രാവിലെ എണീറ്റിട്ട് ക്ഷീണം. ഇവിടെ എപ്പോഴും കുറേ പേര് ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. അയ്യോ, ഞാൻ വീഡിയോ എടുക്കുമ്പോഴെല്ലാം ഞാൻ എവിടെയെങ്കിലും വീഴും. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെന്താ ചെയ്യേണ്ടത്? യെസ്. ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾ കണ്ടോ? ഇപ്പം ഞാൻ അഴിച്ചിട്ടിരുന്നു. ഞാൻ ഇങ്ങനെയല്ലായിരുന്നു വീട്ടിൽ നിന്ന് വന്നത്. പിന്നെ എൻ്റെ മാല, ഈ മാല അമ്മ എന്നെ അടിച്ചിടിയിപ്പിച്ചതാണെന്ന്. മാലയും കമ്മലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇട്ടതല്ല. ആ അത് തന്നെ. കൊള്ളാമോ കൊള്ളൂലേന്ന് പറയണം കേട്ടോ. ഇത് ഗോൾഡാണ്, അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്ര നിർബന്ധം. സോ ദാറ്റ്സ് ഇറ്റ്. സംസാരിച്ച് നടന്ന് സംസാരിച്ച് ഞാൻ കിതക്കുന്നു. ഓക്കെ, സോ ബൈ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. മൈലാഞ്ചൊക്കെ ഇട്ടിട്ടാണ് ഓണത്തിന് വന്നത്. Okay, so bye.